നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ട്. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നുവെന്ന് മന്ത്രി. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും പരാമർശം. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന വിശദീകരണവുമായി മന്ത്രി. തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്ന് AG ഹൈക്കോടതിയിൽ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധി സ്റ്റാലിൻ. PSCക്ക് വിവരാവകാശ കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരസൂചിക ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തതിലാണ് നടപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത PSC നടപടിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരുന്നു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ. കാസർഗോഡ് റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കരാർ ജീവനക്കാരെ ശമ്പളം നൽകാതെ പിരിച്ചുവിട്ട് സർക്കാർ. 4 മാസത്തെ ശമ്പളം നൽകാതെ 200ഓളം കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. കുടിശ്ശിക നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരിൽ നിന്ന് യാതൊരു മറുപടിയുമില്ലെന്നും ജീവനക്കാർ കൂട്ടമായി പരാതി നൽകാൻ ജില്ലാ കളക്ടർക്ക് മുന്നിലെത്തി. PM ശ്രീയെ ചൊല്ലി UDF-നുള്ളിൽ ഭിന്നത നിലനിൽക്കെ മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ യോഗം ഇന്ന് ചേരും. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഉപസമിതി റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് സർക്കാരിന് സമർപ്പിക്കും. അതേസമയം വിവാദം വിടാതെ പിന്തുടരുന്നതിനാൽ പദ്ധതിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകാനാണ് സാധ്യത. തൃശൂർ പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000 രൂപയും 1 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്ത വളവിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ അക്ബറും കുടുംബവും പുറത്തുപോയിരുന്നു. മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ അകത്തുകയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത്. തൃശൂർ ചാവക്കാട് മണത്തലയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. എരുമപ്പെട്ടി രായമരക്കാർ സ്വദേശി ജസ്ന, ദീപ്തി, ഷിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. 8 ഗ്രാം 150 മില്ലി തൂക്കമുള്ള വളയാണ് ഇവർ പണയം വയ്ക്കാനായി കൊണ്ടുവന്നത്. തൂക്കത്തിൽ സംശയം തോന്നിയ കടയുടമ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. പോലീസിൽ വിവരമറിയിക്കുകയും ചാവക്കാട് പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.